ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജും യൂണിവേഴ്സിറ്റിയും ഇതിനകത്ത് ഏതാണ് നല്ലത്, അതുകൂടാണ്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. പിന്നെ ഇതൊക്കെ പറയാൻ ഞാൻ വലിയ ഏജൻ്റ് ഒന്നും അല്ലെങ്കിൽ പോലും ഞാൻ രണ്ടിലും പഠിച്ചത്. ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിച്ചത് എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. ഇപ്പം ഞാൻ എൻ്റെ ടീച്ചിങ് ഡിഗ്രി ഞാൻ ചെയ്യുന്നത് കോളേജിലാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും അതുകൂടാണ്ട് എൻ്റെ ഫ്രണ്ട്സ് ചിലവർ വന്നിട്ട് എന്താ യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, അത് കഴിഞ്ഞിട്ട് അവർ കോളേജിലേക്ക് മാറി ഡിഗ്രി ചേഞ്ചും ചെയ്തിരുന്നു. അപ്പം അതിനെയൊക്കെ പറ്റിയിട്ട് എൻ്റെ അഭിപ്രായം എന്താണ്, അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ വീഡിയോയിലേക്ക് എടുക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നമുക്കൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് ഇപ്പം തന്നെ 1300 സ്റ്റുഡൻസ് കൂടുതലുണ്ട്. അത് ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. അവരെല്ലാം ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നവരോ അല്ലെങ്കിൽ ഓസ്ട്രേലിയനെ പറ്റി പഠിക്കുന്നതിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഇൻ കേസ് സംടൈംസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സെയിം യൂണിവേഴ്സിറ്റി ആയിരിക്കാം വേറെയുള്ള സ്റ്റുഡൻസ്, അല്ലെങ്കിൽ സെയിം കോഴ്സ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു DM അയക്കാം. നിങ്ങൾ ഞാൻ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു 2-3 ദിവസം എന്തായാലും എടുക്കും, കാര്യം ഞാനും തിരക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിട്ട് അപ്ലൈ ചെയ്യാണ്ട് നാട്ടിൽ നിന്ന് വരാൻ നേരത്ത് കോളേജിട്ട് അപ്ലൈ ചെയ്ത് വന്നതിനെ പറ്റി എനിക്ക് വലിയ നല്ല അഭിപ്രായം അല്ല. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സജസ്റ്റ് ചെയ്യില്ല. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റി തന്നെ ലോവർ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റിയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് റിജക്ഷൻസ് കിട്ടുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കോളേജിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് റിജക്ഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. എനിക്കറിയാം കോളേജിലെ ഫീസ് യൂണിവേഴ്സിറ്റീനെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് വളരെ കുറവാണ്. അങ്ങനെ വരാൻ നേരത്ത് എല്ലാവരും കോളേജിട്ട് അപ്ലൈ ചെയ്താലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ അവരെ തെറ്റ് പറയില്ല, നമുക്ക് മനസ്സിലാക്കാം, ഫീസ് കുറവാണ്. പക്ഷേ കോളേജിൽ അപ്ലൈ ചെയ്യാൻ നേരത്ത് റിജക്ഷൻ്റെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇൻ കേസ് നിങ്ങൾക്ക് നിർബന്ധമാണ് കോളേജിൽ തന്നെ അപ്ലൈ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല റാങ്കിങ് ഉള്ള കോളേജ് നോക്കി സെലക്ട് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യാം. ഇനി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് കോളേജിട്ട് മാറുന്ന സിറ്റുവേഷൻ അതെങ്ങനെയാണ്? അതിനകത്ത് നമുക്ക് മിനിമം 6 months കഴിഞ്ഞാൽ മാത്രമേ മാറാൻ പറ്റുള്ളൂ എന്താണ് ഇപ്പോഴത്തെ നിയമം. നമ്മൾക്ക് വന്ന് തന്നെ ഒരു കോഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു 6 മാസമെങ്കിലും എടുത്താൽ മാത്രമേ കോഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിനകത്ത് കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ചേച്ചി എൻ്റെ ഇതാണ് ഫീൽഡ്, അപ്പോൾ എനിക്കിത് 6 മാസം കഴിഞ്ഞ് മാറാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കോഴ്സിനും ഓരോ റിക്വയർമെൻ്റ് ആണുള്ളത് ചേഞ്ച് ചെയ്യാൻ നേരത്ത്. ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിപ്ലോമ ടു ഡിഗ്രി, അങ്ങനെ കുറേ പലതരം ടൈപ്പ് കോഴ്സസ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാത്തിനും ഫസ്റ്റ് 6 മാസത്തെ തന്നെ മാറാൻ പറ്റുന്നില്ല. ചിലത് 1 വർഷം കഴിഞ്ഞാലേ മാറാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ റിക്വയർമെൻറ്റ്സ് ഉള്ള കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഓരോ കോഴ്സിനും ഓരോ റിക്വയർമെൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് സംശയം നിങ്ങളൊരു ഏജൻറ്റിനോട് സംസാരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അത് പക്ഷേ യൂഷ്വലി വരാൻ നേരത്ത് മിനിമം 6 months കഴിഞ്ഞാൽ മാത്രമേ കോഴ്സ് മാറാൻ പറ്റുള്ളൂ. പക്ഷേ അതിപ്പോൾ കുറച്ചുകൂടി റൂൾസ് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കോഴ്സ് ചേഞ്ച് ചെയ്യണേന്ന് കൺവിൻസിങ് ആയിട്ടൊരു റീസൺ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ നമുക്ക് കോഴ്സ് മാറാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവത്തില്ല. ഇനി എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണ് പഠിച്ചത്. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, GO8-ലുള്ളതാണ്, ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റിയിലുള്ളതാണ്. നല്ല സൂപ്പർ യൂണിവേഴ്സിറ്റി ആയിരുന്നു. എല്ലാത്തരം ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. എല്ലാത്തരം അസോസിയേഷൻസിൻ്റെ കേസിലാണെങ്കിലും സപ്പോർട്ടിങ് സർവീസിൻ്റെ കേസിലാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കേസിലാണെങ്കിലും എല്ലാ രീതിയിലും നല്ല സൂപ്പർ യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു എൻ്റെ കേസിലെ യൂണിവേഴ്സിറ്റി. ഇനി കോളേജിൻ്റെ കേസ് പറയുന്നത്, ഞാനിപ്പോൾ പഠിക്കുന്നത് സദേൺ ക്രോസ് എന്ന് പറഞ്ഞ കോളേജിലാണ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ, ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം, യൂണിവേഴ്സിറ്റി ഫീസ് എന്ന് പറഞ്ഞത് കോളേജ് ഫീസിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഞാൻ യൂണിവേഴ്സിറ്റി കൊടുത്തതിൻ്റെ പാതിനേക്കാൾ കുറവാണ് ഞാൻ കോളേജിൽ ചിലപ്പോൾ കൊടുക്കണമായിരിക്കും. യൂഷ്വലി യൂണിവേഴ്സിറ്റി ഫീസ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 30,000 ഒക്കെയാണ് പെർ ഇയർ വരുന്നത്. ചിലപ്പോൾ അത് കോളേജിൽ വരാൻ നേരത്ത് ചിലപ്പോൾ അതേ ഒരു ഫീൽഡ് ചിലപ്പോൾ വരുന്നത് 20,000 അല്ലെങ്കിൽ 15,000 ആയിരിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം പറയുവാണെങ്കിൽ, യൂഷ്വലി യൂണിവേഴ്സിറ്റിയുടെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാംസ് ഉണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ട്, പ്രൊജക്ട്സ് ഉണ്ട്, പ്രസൻറ്റേഷൻ ഉണ്ട്, ക്യൂസ് ഉണ്ട്, അങ്ങനെ എല്ലാം മിക്സ് ചെയ്തൊരു
കൾച്ചറാണ് യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലം സ്ട്രക്ചർ എന്ന് പറയുന്നത്. യൂഷ്വലി അങ്ങനെയാണ്. പക്ഷെ ചില കോഴ്സ് അല്ലെങ്കിൽ ചില യൂണിറ്റ്സിന് അസൈൻമെൻറ്റ് മാത്രം ഉള്ളതുണ്ട്, അങ്ങനെ ഇല്ല എന്നല്ല. പക്ഷേ കുറച്ചുകൂടി എക്സാമും കൂടി പ്രയോറിറ്റൈസ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് വരുന്നത്. പക്ഷേ കോളേജിൽ എൻ്റെ കേസിൽ എനിക്ക് എക്സാമേ ഇല്ല. മിക്കവരുടെയും ഞാൻ കേട്ടേക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് എനിക്ക് മനസ്സിലായത് അവർക്കൊന്നും എക്സാം ഇല്ല, അസൈൻമെൻറ്റ് മാത്രമാണ്. ഇപ്പോൾ കോളേജിൽ കുറച്ചുകൂടി അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. എക്സാംസ് ഇല്ലാണ്ട് അസൈൻമെൻറ്റ്സ് മാത്രം അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ വരാൻ നേരത്തെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരുന്നത് നമുക്ക് പഠിക്കാനായിട്ടൊരിതില്ല. നമ്മൾ അസൈൻമെൻറ്റ് തരുന്നു, അസൈൻമെൻറ്റ് തന്നെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. എക്സാമിന് വേണ്ടി പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ കോളേജിൽ വരുന്നില്ല. പിന്നെ അറ്റൻഡൻസിൻ്റെ കേസ് വരാൻ നേരത്ത് ഈ യൂണിവേഴ്സിറ്റി കുറച്ചുകൂടി അറ്റൻഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ കോളേജിൽ അങ്ങനെ അറ്റൻഡൻസ് അവർ എടുക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും മാർക്കോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്, പക്ഷേ മാർക്കൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് വേറെ കോളേജിൽ പഠിക്കുന്നവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അറ്റൻഡൻസ് കമ്പൽസറി ഒന്നും അല്ലല്ലോ. അപ്പം അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് കോളേജിൽ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ചില കോഴ്സസിന് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും അറ്റൻഡൻസ് കമ്പൽസറി അല്ലാത്തതുണ്ട്. പക്ഷെ കൂടുതലും ഞാൻ കണ്ടുവന്നേക്കുന്ന അറ്റൻഡൻസ് കമ്പൽസറി ആയിട്ട് തന്നെയാണ്. പക്ഷെ കോളേജിൽ കൂടുതലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റൻഡൻസ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ആ ഒരു ഇതാണ്. കോളേജ് കുറച്ചുകൂടി ബിസിനസ് ടൈപ്പാണ് നോക്കുന്നത്. യൂണിവേഴ്സിറ്റി ബിസിനസ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കോളേജിൻ്റെ വരാൻ നേരത്ത് നിങ്ങൾ പൈസ അടിച്ചോ, ഓക്കെ, അവരത്ര നോക്കത്തുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഞാൻ വേറെ ആൾക്കാരും ചോദിച്ചപ്പോഴും അവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അറ്റൻഡൻസ് അവർ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കോളേജിൽ. ഇത്രയും നേരം നമ്മൾ കോളേജിൻ്റെ യൂണിവേഴ്സിറ്റിയും ഡിഫറൻസ് കണ്ടു. ഇനി നമുക്ക് അതിൻ്റെ ഗുണദോഷ സൈഡ് അല്ലെങ്കിൽ പ്രോസ് ആൻഡ് കോൺസോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് നോക്കാം. അതായത് ഇൻ കേസ് നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് എന്ത് ഗുണമുള്ളത്? ഒന്നാമത്തെ എല്ലാവർക്കും അറിയാം, കോളേജ് പഠിക്കുമ്പോൾ നമുക്ക് ഫീസ് കുറവാണ് യൂണിവേഴ്സിറ്റിനെ അപേക്ഷിച്ച്. രണ്ടാമത്തെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് രണ്ട് സൈഡും ഉണ്ട്. അതായത് അറ്റൻഡൻസിൻ്റെ കേസിൽ, അതായത് അറ്റൻഡൻസ് അങ്ങനെ നിർബന്ധമല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ പോവാം, അങ്ങനെയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇൻ കേസ് വേറൊരു അസൈൻമെൻറ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം ക്ലാസ് ഉണ്ടെന്ന് ഓർത്ത് പോയില്ലെങ്കിൽ അന്നിരുന്ന് ചെയ്യാം. പക്ഷേ അതിൻ്റെ വേറൊരു ബാഡായിട്ടുള്ള സൈഡ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ പോകാൻ തോന്നത്തേയില്ല. നിങ്ങൾ ഓർക്കും ഓ അറ്റൻഡൻസ് ഇല്ലല്ലോ, പോയില്ലെങ്കിൽ എന്താ, ആ ഒരു ഇതുണ്ട്. അതേപോലെ തന്നെയാണ് അസൈൻമെൻറ്റ്സിൻ്റെ കേസിൽ. കോളേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അസൈൻമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, എക്സാംസ് ഇല്ല. അങ്ങനെ വരാൻ നേരത്ത് ഒരു സൈഡിൽ എന്തൊക്കെയാണെന്ന് അസൈൻമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, എക്സാമിൻ്റെ സ്ട്രെസ് ഇല്ല. പക്ഷേ നമ്മളപ്പോൾ പഠിക്കാനുള്ള എക്സാമിനുള്ള ആ ഒരു ഇത് നമുക്ക് ഉണ്ടാവത്തില്ല, പഠിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവത്തില്ല. ഇനി നിങ്ങൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് നോക്കാൻ നേരത്തെ എന്തൊക്കെ ഗുണമുള്ളത്? ഒന്നാമത്തെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നാട്ടിലിപ്പോൾ ഒരു കോളേജിൽ ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്തു, അതുകൂടാണ്ട് നിങ്ങൾ വേറെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഡിഗ്രി കിട്ടി. അങ്ങനെ വരാൻ നേരത്ത് രണ്ടിലും യൂണിവേഴ്സിറ്റി ഡിഗ്രിക്കായിരിക്കുമല്ലോ കുറച്ചുകൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസും ഗ്രാജുവേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ പ്രയോറിറ്റീസ് വരുന്നത്. ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതായത് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പം നിങ്ങളിപ്പോൾ രണ്ടുപേരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി പഠിച്ച ഒരു വ്യക്തിയും അതുപോലെ കോളേജിൽ പഠിച്ച ഒരു വ്യക്തിയും. ഒരാൾക്കുള്ളത് യൂണിവേഴ്സിറ്റിയിലെ നല്ലൊരു ഡിഗ്രിയും ഒരാൾക്കുള്ളത് കോളേജിലൊരു ഗ്രാജുവേറ്റ് ഡിപ്ലോമയുടെ ഡിഗ്രിയാണ്. അങ്ങനെ വരാൻ നേരത്ത് ഗ്രാജുവേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത് യൂണിവേഴ്സിറ്റി പഠിച്ചൊരു വ്യക്തിക്കായിരിക്കും. അതാണ് ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി പഠിച്ചാലുള്ള ഗുണം. അതുകൂടാണ്ട് അടുത്ത പോയിന്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ കേസിൽ ഒരു നല്ല ലേണിംഗ് സ്ട്രക്ചറോ അല്ലെങ്കിൽ കരിക്കുലം സ്ട്രക്ചർ നല്ലതോ ഉണ്ടെന്ന് പറയാം. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി പഠിക്കും. കാര്യം പഠിക്കാതിരിക്കാൻ ഓപ്ഷനില്ല. ഇപ്പോൾ കോളേജിലാണെങ്കിൽ അസൈൻമെൻറ്റ്സ് മാത്രമുള്ള കാരണം കുറേ പേര് ചെയ്ത് ഞാൻ കണ്ടേക്കണം അസൈൻമെൻറ്റ്സ് മാത്രമല്ലല്ലോ, അവർ പുറത്ത് കൊടുക്കും, അത് ചെയ്യിക്കും, അത് കഴിഞ്ഞു. അപ്പോൾ അവരതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നില്ല. പിന്നീട് ഒരു ജോലി കിട്ടാൻ നേരത്ത് അവർക്ക് അറിയാൻ പാടില്ല അവരെന്നാ ചെയ്യുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാംസ് ഉണ്ട്, നിങ്ങൾ തന്നെ എക്സാം എഴുതണം, വേറെ ആരും വന്ന് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പഠിക്കേണ്ടി വരും. അപ്പം അങ്ങനെ വരാൻ നേരത്ത് ആ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ നേരത്ത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണയുണ്ട്. കോളേജിൽ അങ്ങനെ ഒരു നിർബന്ധമല്ല, അസൈൻമെൻറ്റ് മാത്രം ഉള്ളതുകൊണ്ട് ആ ഒരു സംഭവം നമുക്ക് കിട്ടത്തില്ല. അടുത്ത കേസ് യൂണിവേഴ്സിറ്റിയുടെ എടുക്കാൻ നേരത്ത് നെറ്റ്വർക്കിങ്ങിനെ പറ്റി അല്ലെങ്കിൽ കണക്ഷൻസിനെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ള കാര്യം. ഓസ്ട്രേലിയയിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നെറ്റ്വർക്കിംഗ് എന്നുള്ളത്. നമ്മൾ കൂടുതലും ആളുകളെ മീറ്റ് ചെയ്യുന്നതും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യുന്നതും കണക്ഷൻസ് ഉണ്ടാക്കുന്നതും ഇവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ റെഫറൻസ് കിട്ടിയാൽ ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടാവുന്നേ ഉള്ളൂ. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. നമുക്ക് കുറേ ഈവൻറ്റ്സ് നടക്കുന്നുണ്ട്, കുറേ അസോസിയേഷൻസ് നമുക്കുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യാനും അവരുടെ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാനും പറ്റും. അതുകൂടാണ്ട് കുറേ ഫോറംസ് ഉണ്ട്. അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് കുറേ ആളുകളെ മീറ്റ് ചെയ്യും. ഇൻ കേസ് സ്റ്റുഡൻസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ സീനിയേഴ്സ് സെയിം ഫീൽഡിലുള്ളവർ അവിടെ പഠിച്ചവരായിട്ട് നമുക്ക് ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യാം, അവരുമായിട്ട് സംസാരിക്കാം, അവരായിട്ട് അത്യാവശ്യം നല്ലൊരു കണക്ഷനായി അവരുടെ റെഫറൻസ് വയ്ക്കാൻ നമുക്ക് റെസ്യൂമിൽ. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. കോളേജിന് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസേ ഇല്ല എന്നല്ല, അസോസിയേഷൻസോ ഫോറംസോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടുള്ള അതില്ല. പിന്നെ ഇപ്പോൾ സീനിയേഴ്സിനെ മീറ്റ് ചെയ്യുന്ന കേസിലാണെങ്കിൽ
കോളേജിൽ എല്ലാവരും പോണത് തന്നെ വളരെ കുറവാണ്. പിന്നെയാണ് സീനിയേഴ്സ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് കോളേജിലെ അറ്റ്മോസ്ഫിയർ കുറച്ചുകൂടി സീരിയസ് അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എല്ലാവരും വരുന്നു പോകുന്നു, അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ പോലും ഇല്ല. അപ്പോൾ പിന്നെ ജസ്റ്റ് വരുന്നു പോകുന്നു, ആരെയും കാണുന്നു, അങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇല്ല. ജസ്റ്റ് വന്നു പോകുന്ന ആ ഒരു മൈൻഡ് സെറ്റ്. അപ്പം അങ്ങനെ വരാൻ നേരത്ത് സീനിയേഴ്സിനെ കണ്ട് സംസാരിക്കുന്നതും പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഇത് വളരെ കുറവാണ്. പിന്നെ അങ്ങനെ അസോസിയേഷൻസോ ഇവൻറ്റ്സോ ഒന്നും അങ്ങനെ കോളേജ് യൂണിവേഴ്സിറ്റിനെ വെച്ച് നോക്കാൻ നിർത്തുമ്പോൾ യൂണിവേഴ്സിറ്റിയിലാണ് ജോബ് ഹണ്ടിങ് ഇവൻറ്റ്സ് വരെ നടത്താറുണ്ട്. അതൊന്നും കോളേജസിൽ ഇല്ല. അതുകൂടാതെ തന്നെ അത് റിലേറ്റഡ് ആയിട്ട് വേറൊരു ഗുണം ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഡേയ്സിൽ പറയുകയാണെങ്കിൽ കുറേ സപ്പോർട്ടിങ് സർവീസസ് ഉണ്ട്. കുറേ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻറ്റിൽ എന്തെങ്കിലും ഡൗട്ട് വന്നു അത് പറഞ്ഞു തരാനായിട്ട് വേറെ എന്തെങ്കിലും ഒരു ടീം ഉണ്ടാവും. അതുകൂടാതെ നിങ്ങൾക്ക് റെസ്യൂമേ എഴുതാൻ സഹായിക്കണം, അതിനൊരു ടീമുണ്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്കൊരു മെൻറ്റർ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നേരത്തും ഇൻറ്റേൺഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഹെൽപ്പ് ചെയ്യാൻ പാകത്തിനൊരു മെൻറ്റർ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് അങ്ങനെ കുറേ അസോസിയേഷൻസ്, നിങ്ങൾക്കിപ്പോൾ മെൻ്റൽ ഹെൽത്ത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടൊരു അതിനുള്ളൊരു അസോസിയേഷൻ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കുറേ പലതരം സപ്പോർട്ടിങ് സർവീസസ് യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. പക്ഷേ അതൊന്നും കോളേജിൽ അവൈലബിൾ അല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ അല്ല, ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷൻ അല്ലാണ്ട് ഇപ്പം നിങ്ങൾ ഇൻ കേസ് വന്നു കഴിഞ്ഞിട്ട് കോളേജിട്ട് മാറാൻ, നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോളേജിലേക്ക് മാറാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്, മാറാനുള്ള കാരണം കോഴ്സിൻ്റെ ഫീസ് മാത്രമാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കോളേജിട്ട് മാറാതെ യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് ലോവർ ലെവലായിട്ടുള്ള യൂണിവേഴ്സിറ്റി പോയിട്ട് ഫീസ് കുറവുള്ളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രം കേട്ടോ. എന്നാൽ അതാകുമ്പോൾ നിങ്ങൾക്ക് ഫീസും കുറയും, അതുകൂടാണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പഠിച്ചു എന്നൊരിതും കിട്ടും. കാര്യം എത്രയൊക്കെയാണെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി എത്ര ലോവർ ലെവലാണെങ്കിലും പറഞ്ഞാലും അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പക്ഷേ അതൊരു കോളേജ് പഠിച്ചാൽ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് പൈസയാണ് നിങ്ങളുടെ റീസണെങ്കിൽ, നിങ്ങളിപ്പോൾ നല്ല അത്യാവശ്യം വലിയ യൂഷ്വലി എക്സ്പെൻസീവ് ആയിട്ടുള്ളതിൽ വന്നാലല്ലോ ഇപ്പോൾ വിസ കിട്ടത്തുള്ളൂ. അപ്പോൾ വന്നെങ്കിൽ അതിൽ നിന്ന് ലോവർ ലെവലായിട്ടുള്ള യൂണിവേഴ്സിറ്റി ചേരുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോളേജിട്ട് മാറാതെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിലും ഭയങ്കര താഴെ ലോവർ ലെവലുള്ള യൂണിവേഴ്സിറ്റിയായിട്ട് മാറാനായിട്ട് ശ്രമിക്കാനായിട്ട് ഞാൻ പറയും. എൻ്റെ അഭിപ്രായം മാത്രമാണ്, ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. പക്ഷെ ഞാൻ ചിന്തിച്ചപ്പോൾ അങ്ങനെ മാറുവാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ബെനിഫിറ്റും കിട്ടും. അതുകൂടാണ്ട് പഠിച്ചിറങ്ങിയാലും അതിൻ്റെ വിലയുണ്ടാവും. കോളേജിൽ പഠിക്കുമ്പോൾ ആ ഒരു ഇതില്ല, ഫീസ് മാത്രമാണ് നിങ്ങളുടെ മെയിൻ ഇതെങ്കിൽ. വേറെ എന്നാ അത്രയൊക്കെയാണ് മെയിനായിട്ട് യൂണിവേഴ്സിറ്റിയും കോളേജും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്നാ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലോ ഇൻസ്റ്റാഗ്രാമിൽ DM അയക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ എന്നാ വേറെ ഒന്നുമില്ല, എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. എനിക്ക് നമ്മുടെ ഈ ചാനൽ 10K എത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കുറച്ചായി ഞാനിങ്ങനെ പയ്യെ മീൻസ് വീഡിയോ എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതൊക്കെയാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. വേറെ എന്നാ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.